നമ്മുടെ സംസ്ഥാനത്ത് കനത്ത മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. വടക്കൻ കേരളത്തിൽ അതിതീവ്രമായ മുന്നറിയിപ്പുമാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ വയനാട്ടിലും മലയോര മേഖലയിലും ഇത്രയധികം പ്രശ്നമായി തീരുന്നത് എന്നതാണ്. പ്രധാനമായും വയനാടൻ മണ്ണിന്റെ ഘടന എന്നുള്ളതാണ്. ഒരു പ്രദേശത്തിന്റെ മണ്ണിന്റെ ഘടനയല്ല തൊട്ടടുത്ത്, അവിടുത്തെ സാഹചര്യം വളരെ വ്യത്യസ്തമായിരിക്കും. വയനാട്ടിലെ മണ്ണ് അമിതമായി വെള്ളം കുടിക്കുന്നു. മറ്റൊന്ന്, പാറക്കെട്ടുകൾക്കിടയിൽ നിന്നും ഊർന്നിറങ്ങുന്ന പ്രത്യേക തരം സ്വഭാവമാണ് ഇതിനുണ്ടാകുന്നത്. അതായത് സോയിൽ സാറ്റുറേഷൻ എന്നാണ് ശാസ്ത്രീയ ഗവേഷകർ ഇതിനെ പറയുന്നത്. ഈ സാഹചര്യത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. അതായത് അതിതീവ്രമായി 2 ദിവസത്തെ മഴ ലഭിക്കുകയാണെങ്കിൽ ജാഗ്രതയോടെ കാണണം എന്നാണ്. സമതലങ്ങളിൽ സാധാരണഗതിയിൽ 100 മില്ലിമീറ്റർ വരെ മഴ പെയ്താലും അത് വലിയ പ്രശ്നമാകാത്ത രീതിയിൽ അങ്ങ് കഴിഞ്ഞു പോകും. എന്നാൽ ഈ 100 മില്ലിമീറ്റർ ഉയർന്ന പ്രദേശങ്ങളിലാണെങ്കിൽ അത് ജാഗ്രതയോടെ കാണണം എന്നാണ്. അത് അപകടത്തിലേക്ക് പോകുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇനി നമുക്ക് തൊട്ടടുത്ത ദുരന്തങ്ങളൊന്ന് പരിശോധിക്കാം. മുൻപ് കഴിഞ്ഞ പുത്തുമല ദുരന്തം 2019 ഓഗസ്റ്റ് 8-നായിരുന്നു. അതായത് ഈ ഓഗസ്റ്റ് 8-ന് മുൻപത്തെ ദിവസം, അതായത് ഓഗസ്റ്റ് 7, ഓഗസ്റ്റ് 7-ന് 300 mm മഴയാണ് ആ പ്രദേശത്ത് ലഭിച്ചത്. ഓഗസ്റ്റ് 8-ന് 270 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. അങ്ങനെ ആകെ 570 മില്ലിമീറ്റർ മഴ ഈ 2 ദിവസം കൊണ്ട് ലഭിക്കുകയും ആ സാഹചര്യത്തിലാണ് അവിടെ വൻ ദുരന്തം ഉണ്ടാകുന്നത്. ഇവിടെ സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസം രൂപപ്പെടുകയും അത് വലിയ ദുരന്തം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ്. ആ ദുരന്തത്തിൽ നിരവധി ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. ഇവിടുത്തെ മണ്ണിന്റെ ഘടന ഒരു മൃദുലമായ രീതിയിലുള്ളതാണ് എന്നാണ് ശാസ്ത്രീയ ഗവേഷകർ പറയുന്നത്. അന്ന് നഷ്ടപ്പെട്ടത് നിരവധി പാടികളും ലയങ്ങളുമാണ്. നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ചില ആളുകളെ ലഭിക്കാനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം നടന്ന ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. നിരവധി ജീവനുകൾ പൊലിഞ്ഞ ഒരു മഹാദുരന്തമാണ് നടന്നത്. ഇപ്പോഴും പല ആളുകളെ അവിടെ കണ്ടെത്താനുണ്ട് എന്നതാണ്. ജൂലൈ 30-നാണ് അവിടെ ദുരന്തം നടക്കുന്നത്. അതിന് തലേ തൊട്ടു ദിവസം ജൂലൈ 29-ന് 204.5 മില്ലിമീറ്റർ മഴയാണ് അവിടെ ലഭിച്ചത്. ജൂലൈ 30-ന് 368 മില്ലിമീറ്റർ മഴയും ലഭിച്ചു. അങ്ങനെ ആകെ 572 മില്ലിമീറ്റർ മഴയാണ് 48 മണിക്കൂറിനിടയിൽ ലഭിച്ചത്. ഇത് കേരള ചരിത്രത്തിൽ തന്നെ അതിതീവ്ര മഴയാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ മഹാദുരന്തത്തിൽ നിരവധി ആളുകൾ മരണപ്പെടുകയും നിരവധി വീടുകൾ ഒലിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം കള്ളാടിയിൽ ഉണ്ടായ ദുരന്തം ഒന്ന് നോക്കാം. 24 മണിക്കൂറും തുടർച്ചയായി മഴ ലഭിച്ചു എന്നതാണ്. 265 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചത്. ഇതിൽ നിരവധി പേർ മരിക്കുകയും വീടുകൾ തകർന്നടിയുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ വയനാട്ടിലെ സംബന്ധിച്ചിടത്തോളം അതുപോലത്തെ മലയോര മേഖലയിൽ നിൽക്കുന്നവരെ അതീവ ജാഗ്രതയോടെ കഴിയണമെന്നാണ് സൂചിപ്പിക്കുന്നത്.